ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ. മൂന്ന് കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു, നിങ്ങളിൽ ഉണ്ടാവരുതെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തേത് ഖീല വഖാല, കണ്ടതും കേട്ടതും ഒക്കെ പറയാ, വിശ്വസിക്കുക. ഉറപ്പില്ലാത്തത് നമ്മൾ ഒരിക്കലും പറയാനോ അത് വിശ്വസിക്കാനോ പ്രചരിപ്പിക്കാനോ പാടില്ല. ഉറപ്പുള്ളത് മാത്രം. കേട്ടതെല്ലാം പറയാൻ നിന്നാൽ അവൻ കള്ളനായി പോകുമാണ് എന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ കള്ളനാണെന്ന് പറയപ്പെടാൻ കേട്ടത് മുഴുവനും പറയുന്നവനായാൽ മതിയവൻ. നമുക്ക് ഉറപ്പുള്ളത് പറയാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതാണ് നമ്മുടെ ഭംഗി. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ഭംഗി അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് അള്ളാഹു നമുക്ക് വെറുക്കുന്ന രണ്ടാമത്തെ കാര്യം വഇളാഅത്തുൽ മാൽ, സമ്പത്തിനെ പാഴാക്കി കളയാന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന നിഅമത്ത്, അനുഗ്രഹങ്ങൾ, സമ്പത്ത്, അത് ആവശ്യമായ മാർഗങ്ങളിൽ മാത്രം ചെലവഴിക്കും. അനാവശ്യമായി നമ്മൾ ചെലവഴിക്കാൻ പാടില്ല. നമുക്ക് അഭിമാനത്തോടുകൂടെ റബ്ബിന്റെ നിഅമത്ത് ഉപയോഗപ്പെടുത്താം. നല്ല വസ്ത്രം ധരിക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യാം. അതിനൊന്നും ഇസ്ലാം എതിരല്ല. പക്ഷേ അഹങ്കാരം പാടില്ല, അമിതമാവാൻ പാടില്ല. അനാവശ്യമായി സമ്പത്ത് ചെലവഴിക്കാൻ പാടില്ല. ആവശ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കാം. മാംസമാവാം, മട്ടനും പോത്തും ചിക്കനും ഫിഷും എല്ലാം നമുക്ക് കഴിക്കാം. ഇസ്ലാം അതിനൊന്നും എതിരല്ല. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കാം. എപ്പോഴും പഴയ ഡ്രസ്സ് തിരിച്ചു നടക്കണമെന്നൊന്നും ഇസ്ലാം പറയുന്നില്ല. പക്ഷേ പാഴാക്കാൻ പാടില്ല, അമിതമാവാൻ പാടില്ല. വകസറത്തു സുആൽ, മൂന്നാമത്തേത് അമിതമായ ചോദ്യങ്ങൾ. അമിതമായി നമുക്ക് അറിയേണ്ടതില്ലാത്ത കാര്യങ്ങളൊക്കെ അമിതമായി അന്വേഷിക്കുകയും മറ്റുള്ളവരോട് ചോദിക്കുകയും അങ്ങനെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുക, അതും അള്ളാഹുവിന് ഇഷ്ടമല്ല. അള്ളാഹു നമുക്ക് വെറുക്കുന്ന കാര്യമാണ്. അള്ളാഹു ഈ മൂന്ന് കാര്യങ്ങളെ തൊട്ട് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. നല്ല ഈമാനുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ.